ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് സീരീസ് ഓഫ് വൺ. സീരീസ് ഓഫ് വൺ എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ നമ്മൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 111 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ മൾട്ടിപ്ലൈ ബൈ 11 അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 111 അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 1111 അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 11111 ഇങ്ങനെ 11 ഈ 11 സീരീസ് വെച്ചിട്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാലും അതിനെ എത്ര പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എനി നമ്പറിനെ 11 കൊണ്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത്. നമ്മൾ ഈസി മെത്തേഡ് പഠിച്ചിരുന്നു. അത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കണം എല്ലാവർക്കും. അന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കണം. എന്നാലും ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇങ്ങനെ 23 മൾട്ടിപ്ലൈ ബൈ 11 ആണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? ആദ്യം ഈ 3നെ ഇവിടെ താഴത്ത് എഴുതി, പിന്നെ ഈ 2നെ ഈ അറ്റത്ത് എഴുതി, പിന്നെ ഈ 2 + 3നെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 5. അപ്പോൾ അതായത് നമ്മുടെ ഫൈനൽ ആൻസർ. ഓർമ്മയുണ്ടല്ലോ? ഇനി ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് അതേ നമ്പറിന് തന്നെ വേറെ രീതിയിൽ നമുക്ക് ഇത്തിരി കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ 23നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 11 കൊണ്ടാണ് അല്ലേ? 2 പ്രാവശ്യം 11 എഴുതിയിട്ടുണ്ട്. 2 പ്രാവശ്യം 1 എഴുതിയ കാരണം കൊണ്ട് 11 എന്ന് പറഞ്ഞത് 2 × 1 ആണ് അല്ലേ? അപ്പോൾ ഈ 2 പ്രാവശ്യം 11 എഴുതിയ കാരണം 2 പ്രാവശ്യം 1 എഴുതിയ കാരണം കൊണ്ട് ഒരു 1നെ നമ്മൾ കട്ട് ചെയ്ത് വിചാരിച്ചു. അപ്പോൾ എത്ര 1 ബാക്കിയുണ്ട്? ഒരു 1 ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു 1നെ ഈ ഭാഗത്ത് ഒരു ഡാഷ് ആയിട്ടിട്ടു, ഈ ഭാഗത്തും ഒരു ഡാഷ് ആയിട്ടിട്ടു. ഓക്കെ, പക്ഷേ ഇവിടെ 2 1 ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡാഷും ഒരു നമ്പറും കൂടി ആകുമ്പോൾ 2 എണ്ണമായി. പിന്നെ അടുത്തത് ഈ നമ്പറും കൂടി ആയപ്പോൾ 2 എണ്ണമായി. പിന്നെ 2 + ഈ ഡാഷും കൂടി ആയപ്പോൾ 2 എണ്ണമായി. അങ്ങനെ ഈ രണ്ട് നമ്പർ വെച്ച് കൂട്ടിയിടുക. അപ്പോൾ നോക്ക്, 3 + ഡാഷ് ഈസ് 3, 3 + 2 ഈസ് 5, 2 + ഡാഷ് ഈസ് 2. മനസ്സിലായോ? ഇനി ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, വേറൊരു നമ്പർ ഇട്ട് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ 302 മൾട്ടിപ്ലൈ ബൈ 111. അപ്പോൾ 111 ആണ്. അപ്പോൾ ഈ 111 എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര 1 ഉണ്ട്? 3 1 ഉണ്ട് അല്ലേ? അപ്പോൾ 3 1 ഉള്ളപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഒരു 1 കട്ട് ചെയ്യുക. ഒരു 1 കട്ട് ചെയ്താൽ ഇവിടെ എത്ര 1 ഉണ്ട്? 2 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ 2 ഡാഷ് ഇട്ടു, ബാക്കിലും 2 ഡാഷ് ഇട്ടു. ഇതുവരെ മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഇവിടെ 3 1 1 ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും 3 നമ്പർ വെച്ച് കൂട്ടണം. അപ്പോൾ ഇതിനൊരു നമ്പറായി കണക്കാക്കുക, ഇതിനൊരു നമ്പറായി കണക്കാക്കുക, ഇതിനൊരു നമ്പറായി കണക്കാക്കുക. ഓക്കെ, എല്ലാം ഒരു നമ്പറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡാഷ് + ഡാഷ് + 2 ഈസ് 2. അപ്പോൾ ഇത് കട്ടായി. ഇനി ഡാഷ് + 2 + 0 ഈസ് 2. അപ്പോൾ ഇത് കട്ടായി. ഇനി 2 + 0 + 3 ഈസ് 5. അപ്പോൾ ഇവിടെ 2 കട്ടായി. 0 + 3 + ഡാഷ് ഈസ് 3. ഇവിടെ 0 കട്ടായി. 3 + ഡാഷ് + ഡാഷ് ഈസ് 3. സോ കഴിഞ്ഞു. ഇനി ഇവിടെ കട്ടായാലും ഇനി ഇവിടെ 3 എണ്ണം എടുക്കാനായിട്ടില്ല. ഇനി ഇവിടെ 2 ഡാഷ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, 33522. മനസ്സിലായോ? ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി എടുക്കാം. അപ്പോൾ ഒത്തിരി കൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. 2 2 2 2 1 1 1 1 ഇത് രണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്ര 1 ഉണ്ട്? താഴത്ത് 4 1 ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1നെ ഡിഡക്റ്റ് ചെയ്തു. അപ്പോൾ ഇനി എത്ര 1 ഉണ്ട്? 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിൽ 3 ഡാഷ് ഇടും, 1 2 3. ബാക്കിലും 3 ഡാഷ് ഇടും, 1 2 3. ഇനിയിപ്പോൾ ഈ 1 4 ഉണ്ട് അല്ലേ? അപ്പോൾ 4 ഉള്ള കാരണം നമ്മൾ എത്ര എണ്ണം വെച്ച് നമുക്ക് കൂട്ടണം? 4 ഡിജിറ്റ് വെച്ച് നമുക്ക് കൂട്ടണം. അപ്പോൾ ഇതിലെന്തായി? ഇത് 1ാമത്തെ ഡിജിറ്റ്, ഇത് 2ാമത്തെ ഡിജിറ്റ്, ഇത് 3ാമത്തെ ഡിജിറ്റ്, ഇത് 4ാമത്തെ ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ ഡാഷ് + ഡാഷ് + ഡാഷ് + 2 ഈസ് 2. ഇനി അടുത്തത് പറയുമ്പോൾ ഇത് കട്ടായി. അപ്പോൾ ഇത് 1 ആയി, ഇത് 2 ആയി, ഇത് 3 ആയി, ഇത് 4 ആയി. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടാം. ഡാഷ് + ഡാഷ് + 2 + 2 ഈസ് 4. ഇനി ഇവിടെ ഇത് കട്ടായി. അപ്പോൾ ഇത് 1 ആയി, ഇത് 2 ആയി, ഇത് 3 ആയി, ഇത് 4 ആയി. അപ്പോൾ ഡാഷ് + 2 + 2 + 2 എത്രയായി? 6. അപ്പോൾ ഇനി ഇത് കട്ടായി. ഇനി അടുത്തതാകുമ്പോൾ ഇത് 1 ആയി, ഇത് 2 ആയി, ഇത് 3 ആയി, ഇത് 4 ആയി. അപ്പോൾ 2 + 2 + 2 + 2 ഈസ് 8. ഇനി ഇതിൽ വീണ്ടും ഇത് 2 കട്ടായി. അപ്പോൾ ഇത് 1 ആയി, ഇത് 2 ആയി, ഇത് 3 ആയി, ഇത് 4th ആയി. അപ്പോൾ 2 + 2 + 2 + ഡാഷ് ഈസ് എത്രയായി? 6. ഇനി ഇവിടെ ഈ 2 കട്ടായി. അപ്പോൾ ഇത് 1 ആയി, ഇത് 2 ആയി, ഇത് 3 ആയി, ഇത് 4th ആയി. അപ്പോൾ 2 + 2 + ഡാഷ് + ഡാഷ് ഈസ് 4. ഇവിടെ 2 കട്ടായി.
അപ്പോൾ ഈ 2 ഇനിയിപ്പോൾ എന്താ, ഇത് 1 ആയി, ഇത് 2 ആയി, ഇത് 3 ആയി, ഇത് 4th ആയി. അപ്പോൾ 2 പ്ലസ് ഡാഷ് പ്ലസ് ഡാഷ് പ്ലസ് ഡാഷ് ഈസ് 2. അപ്പോൾ ഈ 2 കട്ടായി. ഇനി ഇവിടെ 4 നമ്പർ എടുക്കാനായിട്ടില്ല, ഇനി ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 2468 642. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നും കൂടി നന്നായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതേ നമ്പർ തന്നെ, ഈ സീരീസ് ഓഫ് നമ്പർ തന്നെ, ഇതിപ്പോൾ നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ ഒന്നും ക്യാരി ഫോർവേഡ് ആയിട്ടുണ്ടായിരുന്നില്ല അല്ലേ, ഒന്നും പ്ലസ് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്പർ കിട്ടി, നമ്മൾ താഴ്ത്തി എഴുതി. ഇനി നമുക്ക് പ്ലസ് ചെയ്യുമ്പോൾ ക്യാരി ഫോർവേഡിന് ഒരു നമ്പർ കിട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.